നമ്മുടെ വണ്ടീൻ്റെ ടയറൊക്കെ ആകെ തേഞ്ഞ് നൂല് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടയർ റീത്രെഡ് ചെയ്യാൻ കൊടുക്കണം. അതേപോലെ തന്നെ അതെങ്ങനെ ചെയ്യണത് എന്നുള്ളതൊക്കെ ഒന്ന് കാണണം. കുറേ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഇത് സംഭവം എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അതെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെയാണ് ചെയ്യണത്, എന്താണ് അവർ ചെയ്യണത്, എന്താണ് അതിൻ്റെ ടെക്നിക്ക് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടാലോ. ടയർ ഏതായാലും ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം അതും കൂടെ ഒന്ന് കണ്ടുവരാം. അപ്പം നമ്മൾ അങ്ങനെ എത്തിപ്പെട്ടില്ല. ടയർ ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടുപറമ്പിലുള്ള ഒരു ഷോപ്പിലാണ്. മലപ്പുറത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കോളേജ് എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഷോപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടയറിൻ്റെ കണ്ടീഷൻ, പറ്റ മുട്ടയാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പിന് കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ്, സെൻട്രൽ ഭാഗത്ത് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പിനെ കഴിച്ച് വെച്ചിട്ട് ആദ്യം ടയറൊക്കെ ഒന്ന് കഴിച്ച് റിമൂവ് ചെയ്തു. പറ്റതായിരിക്കണം. നൂല് കണ്ടിട്ടില്ല, നൂല് കാണുന്നതിന് മുന്നേ ചെയ്യണം എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ നൂല് കാണാനായതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഉൾഭാഗം. കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഇവർ ചെയ്തിട്ടുള്ളത് എന്താണ്, നമ്മൾ ടയർ എടുത്തിട്ട് ഇതുപോലെ ചെത്താണ്, കത്തിയെടുത്തിട്ട് ഒന്നിങ്ങനെ ചെത്തി കളഞ്ഞ ശേഷം നേരെ കൊണ്ടുപോയിട്ട് അതുപോലത്തെ ഒരു ബഫിങ് മെഷീനിലാണ് ഗ്രിപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. ഒക്കെ നമ്മൾ പഴയ മുന്നേ ചെയ്തിരുന്ന ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ഒരു ഗ്രിപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സൈഡിലൊക്കെ നോക്കുമ്പോൾ ഒരു മുള്ളുള്ള സാധനം കിടന്ന് ഇങ്ങനെ തിരിയണം, അതിൽ വെച്ചിട്ടാണ് അവർ ചെയ്യണത്. അപ്പോൾ ആദ്യം നല്ല പക്കയായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഗമ്മ് തേച്ചിട്ടുണ്ട്. ഒരു ഗമ്മ് തേച്ചതിന് ശേഷം ഒരു സ്റ്റിക്കർ നടക്കി കൂടെ, അതായത് ഇങ്ങനെ ബഫ് ചെയ്ത് കണ്ടപ്പോൾ നൂല് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നടുഭാഗത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു നല്ല ഒരു സാധാ ടാപ്പ്, ഒരു നീല കളറിലെ ടാപ്പായിരുന്നു. അതങ്ങനെ ആ ഗ്ലൂ തേച്ചതിൻ്റെ മേൽ കൂടെ നല്ല നൈസായിട്ട് ഒട്ടിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ടാപ്പ് ഒട്ടിക്കൽ സിസ്റ്റം. ഇങ്ങനെയാണ് ആ ടാപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ ആ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പോലെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് അതായത് പ്രസ് ചെയ്യുന്നുണ്ട്, നല്ല വൃത്തിക്ക് പ്രസ് ചെയ്യുന്നുണ്ട്. ആ ഒരു റോളർ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് പോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഇട്ടിട്ട് അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ആ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്, നടുഭാഗത്തുള്ള സ്റ്റിക്കർ. പിന്നെ ഇതാണ് ആ റബ്ബർ, ചെയ്യാനുള്ള റബ്ബർ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ഓല് ഇത് ഒട്ടിക്കുകയാണ്. ഏത് നമ്മുടെ ആ ഗ്രിപ്പ് കിട്ടാനുള്ള സംഭവം ഉണ്ടല്ലോ, നമ്മുടെ റീസോൾ ചെയ്യണത്. അപ്പോൾ ആ ബഫൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഗ്ലൂ ഒക്കെ ഇട്ട് അതിൻ്റെ മേലെ സ്റ്റിക്കറൊക്കെ ചെയ്ത് അതിന് ശേഷം അത് സൈഡ് ഇങ്ങനെ ചെത്തിക്കളയുന്നുണ്ട് അവർ. എനിക്ക് തോന്നുന്നത് അതിങ്ങനെ നേരെ വരുന്ന സമയത്ത് അപ്പുറത്ത് കൂടെ ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഗ്ലൂവും തേക്കുന്നുണ്ട്. യെസ്, ഗ്ലൂ തന്നെയാണ്. അപ്പോൾ സംഭവം ഇതിന് തന്നെയാണ്. അവിടുന്ന് വരുന്ന സമയത്ത് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതിങ്ങനെ ചുറ്റി ഈ സൈഡിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതുമ്പോൾ ഗ്രിപ്പും കാര്യങ്ങളൊന്നുമില്ല, ഇത് സാധാ ഒരു റബ്ബറാണ്. അത് ഞാൻ എന്താ സംഭവം നോക്കാം. അങ്ങനെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പോലെ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ രണ്ട് സൈഡിലും മുന്നിൽ ചെത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ അതിൽ ഓല് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ കത്തി കൊണ്ടൊക്കെ അറുത്തെടുക്കുന്നുണ്ട്. കത്തി കൊണ്ടൊക്കെ നല്ല രീതിയിൽ അറുത്ത് വൃത്തിക്ക് എടുത്തിട്ട് അത് അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് കാണാം ജോയിൻ ചെയ്യൽ എങ്ങനെയാന്നുള്ളത്. സംഭവം എന്തൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഓല് ഒരു മെഷീനൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഓണാക്കി വെച്ചതാണ്. അപ്പോൾ ഓരോരോ ടെമ്പറേച്ചർ സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്, ഗ്രിപ്പ് ഇടുന്നതെന്ന് പറഞ്ഞത് ആൾ. അതവർ മുറിക്കുകയാണ്. അതവിടുന്ന് മുറിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് മുറിച്ച് അത് അവിടെ ജോയിൻ ചെയ്യുമല്ലോ. ഇതാണ് ജോയിൻ ചെയ്ത്, അതാ ജോയിൻ ചെയ്ത്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും കത്തിയെടുത്തിട്ട്, നല്ല മൂർച്ചയുള്ള കത്തിയാണോ തോന്നുന്നു, റബ്ബറൊക്കെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ആണ് അവരത് ചെയ്യണത്. അതാ ഈ മെഷീനിൽ വെച്ചിട്ടാണ് പിന്നെ ഓല് എന്ത് ചെയ്യണത്, ആ ഒട്ടിയ സാധനം കംപ്ലീറ്റ് അതിലോട്ട് പ്രസ് ചെയ്യിപ്പിക്കണത് നല്ല രീതിയിൽ. അതായത് ഒരു താഴത്തെ ഒരു ബോൾ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ വെച്ചിട്ട്
ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ കറക്കണ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് നല്ല പ്രസ്സായിട്ട് ഇട്ടുണ്ട് അവിടെ, നല്ല പ്രസ്സാവേണ്ടത് ഒരു മോൾഡിങ് സിസ്റ്റം പോലെ നല്ല ഇതിൽ പ്രസ്സാക്കി എടുത്തിട്ട് പിന്നെ ഓയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ സാധനം എടുത്തിട്ട് എന്തോ ഒരു ലിവർ അതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. ലിവർ ഉള്ളിലിട്ടിട്ട് അത് ടൈറ്റ് ആക്കുകയാണ്. ആ ടൈറ്റ് ആക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ ടൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പോലെ പറഞ്ഞത് അത് ആ ഒരു മോൾഡിങ് മെഷീൻ ഉണ്ട്, ഇത് ഇതിൻ്റെ ഗ്രിപ്പ് കിട്ടുന്ന ഒരു മോൾഡിങ് മെഷീൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സെറ്റപ്പാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഓപ്പൺ ആവും. ഓപ്പൺ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയ കുറയും, അതായത് റൗണ്ട് കുറഞ്ഞു വരും. അത് അപ്പോഴാണ് ആ മെഷീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇത് ലൂസ് ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സിറ്റിംഗ് ആയിരിക്കും. ഓരോന്നിനും ഓരോ മോൾഡാണ്. നമ്മളിത് വലിയ വണ്ടിയുണ്ട്, ബജാജ് മാക്സിമം എക്സൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ മോൾഡ് വേറെയാണ്. അപ്പോൾ 2 മോൾഡാണ്, ചെറിയ വണ്ടീൻ്റെ ഉണ്ട് വലിയ വണ്ടീൻ്റെ ഉണ്ട്, 2 മോൾഡ് അവിടെ ഉണ്ട്. ഇതുപോലെ ടയർ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് വിടർത്തുന്നുണ്ട്. ഇതാണ് ആ മോൾഡ്. ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചൂടാക്കി വെക്കുന്നുണ്ട് അവിടെ. പിന്നെ ബാക്കിലൊരു മെഷീൻ ഉണ്ടായിരുന്നു, ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നല്ല എത്ര 160 അങ്ങനെ എത്ര പറഞ്ഞതിൻ്റെ അടുത്ത് അത്ര രീതിയിൽ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാലാണ് ഇതെന്ത് ചെയ്യുന്നത് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഗ്രിപ്പ് കിട്ടുള്ളൂ നമുക്ക്. ഇപ്പോൾ സാധാ റബ്ബറാണല്ലോ, അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ അഴിച്ച് ലൂസാക്കും അവർ. പിന്നെ അവിടെ ഒരു ഹൈലൈറ്റ് ആയ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളൊരു ട്യൂബ് കാണിച്ചു എനിക്ക്. ആ ട്യൂബ് അതിൻ്റെ ഉള്ളിലോട്ട് ഇടും, എന്നിട്ട് അതിൽ ഫുള്ള് എയർ ഫില്ല് ചെയ്യും. സാധാരണ വണ്ടികൾക്ക് ഉണ്ടാവുന്ന ടൈപ്പ് ട്യൂബല്ല, കുറച്ച് കട്ടി കൂടിയ ട്യൂബാണിത് എന്നാണ് പറഞ്ഞത് അവർ. അങ്ങനെ ആ ട്യൂബും അതിനുള്ളതൊട്ട് ഇതാണ് ആ ട്യൂബ് കണ്ടോ, നല്ല കട്ടിയുള്ള ടൈപ്പുള്ളൊരു ട്യൂബാണ്. അത് അതിനകത്തോട്ട് ഇട്ടിട്ട് സാധാരണ നമ്മുടെ വണ്ടിയുടെ ഡിസ്ക് ഇടുന്ന പോലെ ഒരു ഡിസ്ക് ഇടും സൈഡിൽ. അങ്ങനെ ഡിസ്കൊക്കെ ഇട്ടതിന് ശേഷം 2 സൈഡിൽ നിന്ന് ഇവരെന്ത് ചെയ്യും അതങ്ങോട്ട് ടൈറ്റ് ചെയ്യും, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വെക്കും. അതാണ് ആ ഡിസ്ക് ഇടുന്നത്. ഡിസ്ക് ഇട്ടതിന് ശേഷം എയർ അടിക്കട്ടോ, എയർ അടിച്ച് ഫില്ലാക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ സാധാരണ വണ്ടിക്ക് അടിക്കുന്നതിൻ്റെ ഡബിൾ എയർ അടിക്കുന്ന പറഞ്ഞത് അതിൽ. ഇതാണ് അതിൻ്റെ മോൾഡിങ്. അതിൻ്റെ ഒരു സൈഡ് അടച്ചു, ഞാൻ അപ്പുറത്തെ സൈഡിലൊരു സാധനം അതുപോലെ ഇതിട്ടിട്ടുണ്ട്, എന്താ പറയുക ഡിസ്ക്. 2 സൈഡിലും ഡിസ്ക് ഇട്ടിട്ട് ഒരു ലോക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ബോൾട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ട്, ഒരു ലോക്ക്, അതിട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ടൈറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്തായി അതവിടെ കിടന്നിട്ട് അങ്ങനെ അതിൻ്റെ ഗ്രിപ്പ് റബ്ബർ ചൂടായിട്ട് അതിൻ്റെ ഗ്രിപ്പ് ആയി പതിയെ തുടങ്ങി. ഇത് 123 ആയി, പിന്നെ 150-160 റേഞ്ച് വരെയൊക്കെ പോകുമെന്നാണ് പറഞ്ഞത് ടെമ്പറേച്ചർ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് രീതിയിൽ പ്രസ്സായിട്ട് വരിക. ഇതവിടെ അപ്പോഴേക്ക് എയർ അടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എയർ സാധാരണക്കാട്ടിലും കുറച്ച് ഹൈ ആയിട്ട് അടിക്കുന്ന പറഞ്ഞത്. അതിപ്പോൾ ഏകദേശം 130 റേഞ്ച് എത്താറായി ടെമ്പറേച്ചർ. കംപ്രസറൊക്കെ ഓണാക്കിയിട്ട് എയർ എല്ലാം അടിച്ച് ഫില്ലാക്കി കയറ്റാണ്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമ്മൾ ടയർ പുറത്തേക്ക് എടുത്തു. കണ്ടാ നല്ല അടിപൊളി ഗ്രിപ്പിൽ ടയർ കിട്ടി. അപ്പോൾ ഇതിന് നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ ഈ ടയർ ചെയ്യാനായത് 1100 രൂപയാണ്. ചെറുവണ്ടിക്ക് 750 എന്നാണ് പറഞ്ഞത്.